നീ വരുന്നില്ലേ? അതെന്താ? നീയല്ലേ വരേണ്ടത്? നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ദാമുവേട്ടനെ നിനക്ക് കാണണ്ടേ ജെയിംസ്? എന്തിനാ മൃദു? എന്തിനാ ഞാൻ ഇനി അവരെ കാണുന്നത്? ദാമോട്ടനും ഭാര്യയ്ക്കും അന്ത്യോപചാരം അർപ്പിക്കണ്ടേ? അത് നമ്മുടെ കടമയല്ലേ? അപ്പോ അളിയൻ പിന്മാറിയാൽ എങ്ങനെയാ? സാം, ദാമേട്ടനുള്ള അന്ത്യോപചാരം ജീവനോടുകൂടെ തന്നെ നമ്മളെല്ലാവരും കൂടി കൊടുത്തയച്ചില്ലേ? പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടി എനിക്കില്ല. എനിക്കതിന് കഴിയില്ല. എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രിയില. ഇന്ന് പത്രത്തിൽ വാർത്തയുണ്ട്. പാവം ദാമുവേട്ടൻ 2 ദിവസം മുമ്പ് റിസൈൻ ചെയ്യാൻ വന്നപ്പോ പതിവില്ലാത്ത വിധം സംസാരിക്കുകയും ചെയ്തതാ. സാധാരണ ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതവാ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ദാമു എന്നെ വന്ന് കണ്ട് ജോലി റിസൈൻ ചെയ്തത്? അയാള് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താ? അത് പിന്നെ ദാമുവിന് ഇവിടുത്തെ ജോലിക്ക് പുറമെ വേറെന്തൊക്കെയോ സാമ്പത്തിക ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. ഏയ്, അതിന് ജോലി റിസൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് വേറെന്തോ പ്രശ്നമാണ് കുരുവിളെ. വേറെന്താ പ്രശ്നം? മാഡം, ദാമുവേട്ടന് കുട്ടികളില്ലാത്തതിന്റെ ഭയങ്കരമായ ദുഃഖം എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി ആ നിരാശയില് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതാവോ? എന്തോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അവസാനം അയാൾ എന്നെ കാണുമ്പോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോ ദാമു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇനിയിപ്പോ ചെയ്തു പോയില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുരുളെ, നിങ്ങൾക്ക് ആ ദാമുന്റെ വീട് അറിയോ? ദാമു റിസൈൻ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് അല്ല. അപ്പൊ പിന്നെ ആ വീട്ടിൽ പോവാൻ സ്കൂളിന് റൂൾ ഇല്ലാന്നായിരിക്കും അല്ലേ? സ്കൂളിന് റൂൾ ഇല്ലായിരിക്കും. പക്ഷെ എനിക്ക് ദാമുന്റെ വീട് വരെ ഒന്ന് പോയേ പറ്റൂ. അവിടെ എന്താ നടന്നെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ശശി, വാ പോവാം. രാജുവിനെ കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരം? ഇല്ല. അടുത്തേക്ക് ചെല്ലും തോറും അകലുകയാണ് അവൻ, പിടിതരാതെ. വഴികൾക്ക് ദൂരം കൂടുന്നു. ദാമുവും ഭാര്യയും ഇല്ലാതായതോടെ ഏതാണ്ട് എല്ലാ വഴികളും അടഞ്ഞതുപോലെ. മാറ്റൻ, എനിക്ക് തന്നെ അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. എങ്കിലിനി സിക്ക് തീരുമാനിച്ചോ എന്താ ചെയ്യേണ്ടത്? മാറ്റൻ, വാട്ട് യു മീൻ? സിക്ക് സന്തോഷിപ്പിക്കുന്ന പുതിയൊരു വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പുതിയ വാർത്തയോ? രാജുവിനെ കുറിച്ചോ? ഈ സമയത്ത് രാജുവിനെ കുറിച്ചല്ലാതെ മറ്റൊരു വാർത്തയും സിക്ക് സന്തോഷിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. സിക്ക്, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല രാജു ജോലി ചെയ്തിട്ടുള്ളത്. അവൻ ഈ സിറ്റിയിലെ മറ്റൊരു സ്ഥാപനത്തിലും പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ? ഏത് സ്ഥാപനത്തിൽ? വി ഹെൽപ്പ്. അവിടെ ഒരു ഡെലിവറി ബോയിയായി രാജു എന്നൊരു പയ്യൻ ജോലി ചെയ്തിരുന്നു. പിന്നീട് മനസ്സിലായി, നമ്മൾ കൊലപ്പെടുത്തിയ അതേ ദാമു തന്നെയാണ് ഈ രാജുവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട്? ഏതാ സ്ഥാപനം? വി ഹെൽപ്പ്. ആരാ അതിന്റെ ഉടമ? അതെ, CK എന്ന ചിദംബരകുമാർ. വി ഹെൽപ്പ് എന്നാൽ ഒരു പാലമാണോ പാലം. പക്ഷേ പാലം കടന്നു കഴിയുമ്പോ കാല് മാറി കളയരുത് സർ. നോൺസെൻസ്. കോടികളുടെ ബിസിനസ് സംസാരിക്കുമ്പോഴാണോ തന്റെ ഒരു സാർ വിളി? എടോ, ഈ ഫോണിൽ ആരാന്നറിയാമോ? സോറി സാർ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ന് 5 ലോഡ് ഞാൻ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ പൈസയായിട്ട് സാർ ആളിനെ ഇങ്ങോട്ട് വിടുക. അപ്പോ അടുത്ത 5 ലോഡ് എനിക്ക് അങ്ങോട്ട് വിടാനുള്ള ഒരു ഏത് കഷ്ടം. തലയ്ക്ക് സുഖമില്ലാതെ വന്ന ഇങ്ങനെയുണ്ടോ സാർ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു.
ആരായാലും എനിക്കിപ്പോ കാണാൻ സമയമില്ലെന്ന് പറയണു. ബോംബെ അങ്കമാലി കടപ്പുറത്ത് 2 കപ്പൽ നിറയെ സാധനം വന്ന് കിടക്കുമ്പോഴാ വന്ന്. അപ്പോ അല്ല വല്ല കോള് ഒത്തു വന്നതാണോടാ? നീ അയാളെ എങ്കിൽ വിളിക്കേ, വിളിക്കടാ. ശരി സാർ. അതെ, ഞാൻ ഇവിടെ പറഞ്ഞതാ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ. അല്ല നീയോ? സാറിനെ മനസ്സിലായില്ലേ? രാജു. രാജു അല്ല, നിനക്ക് വേറൊരു പേരില്ലേ? ജെയിംസ് ആൽബർട്ട് അല്ലേ? അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? എനിക്കൊരു ജോലി. ഓ, ജോലി വേണമല്ലേ? ദാമോട്ടൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് കാണാൻ, അതാ വന്നത്. നമ്മുടെ ലാബു ദാമു പറഞ്ഞിരുന്നു നിനക്ക് ഒരു ജോലി വേണമല്ലേ? കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ഡെലിവറി ബോയ് ആയി തന്നെ മതി സാർ. എത്രയാ നീ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ഉള്ളത് തന്നാ മതി സാർ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. നിനക്ക് ഞാൻ ഒരു 10,000 രൂപ ശമ്പളം തരും. സാർ, വി ഹെൽപ്പ് ഇപ്പോ പഴയ സ്ഥിതിയിലല്ല. വിദേശത്താ നമ്മുടെ ഡെലിവറി. USA, ദുബായ്, മസ്കറ്റ്, അമേരിക്ക എല്ലായിടത്തും നമ്മൾ ചരക്കിൽ ഡെലിവറി ചെയ്യും. വിമാനത്തിലാണിപ്പോ പോക്കുവരവ്. സാർ, അല്ല, നിനക്ക് അഡ്വാൻസ് സാലറി വേണ്ടേ? വേണ്ട സാർ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. നിനക്ക് ഞാൻ അഡ്വാൻസ് സാലറി തരും. നമ്മുടെ പഴയ ബാങ്കില്ലേ, നീ അവിടെ പോയി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, നിനക്ക് പണം കിട്ടും. സാർ, ഞാൻ എന്റെ എല്ലാം ഇപ്പൊ ബാങ്കിലാ. എന്നെ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? സാർ, ഞാൻ ജോലി ആ വാക്ക് പറഞ്ഞ നീ ഇവിടെ കറിയാതിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിനക്കിവിടെ നോ വേക്കൻസി. സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കണോ ഇവനെ? എനിക്ക് അമേരിക്കയിൽ ഒരു കപ്പൽ അയക്കാനുണ്ട്. നോ ഡിസ്റ്റർബ് മീ. ഔട്ട്. ഹലോ, അമേരിക്കയല്ലേ? ഓക്കലിന്റെനോ? ഗുഡ് മോർണിംഗ് സാർ. അല്ല, സാറെന്താ ഇങ്ങനെ? സാറിന് എന്തു പറ്റി? സാറിന്റെ എല്ലാം ബാങ്കുകാർ കൊണ്ടുപോയി. അതോടെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലിൽ വിട്ടിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ കണക്ഷൻ ഇല്ലാത്തൊരു ഫോണുമായിട്ട് ഇതാണ് പരിപാടി. എന്തെങ്കിലും ജോലിക്കാര്യത്തിനാണെങ്കിൽ നിൽക്കണ്ട, വേറെ ശ്രമിക്കും. അതാ നല്ലത്. ജെയിംസ്, അല്ല ജെയിംസ് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? സ്കൂള് വിട്ട എല്ലാ പിള്ളേരും പോയല്ലോ. സാധാരണ സ്കൂള് വിട്ടാലുടനെ ജിമ്മിലേക്ക് പോകയാ പതിവ്. ഇന്ന് എന്തു പറ്റി? ഇല്ല, ചെറിയൊരു തലവേദന, അതുകൊണ്ട് പോയില്ല. ശശിയേട്ടന് ക്ലാസ് റൂം ലോക്ക് ചെയ്യാൻ സമയമായല്ലേ? ഏയ്, അത് സാരമില്ല. ഞാൻ കുറെ നേരമായിട്ട് ജെയിംസിനെ തിരക്കി നടക്കുക. അപ്പോഴാ ഒരു കുട്ടി പറഞ്ഞത് താൻ ഇവിടെ വന്നിരിക്കുന്നെന്ന്. എന്താ ശശിയേട്ടാ? ഇതാ, തനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജെസി, ഈ കത്തെ തന്റെ കൂട്ടുകാരുടെ കൈ കൊടുത്തു വിടാതിരുന്നതാ. അത് ചിലപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയ അതാ കൊടുക്കാഞ്ഞത്. അല്ല, ഈ ജെസി ആരാ? ജെയിംസിന്റെ സഹോദരിയാണ്. അത് പിന്നെ തനിക്കെന്താടോ ഒരു വിഷമം പോലെ? ഒന്നുമില്ല ശശിയേട്ടാ. ശരി.
ജെയിംസ് കുട്ടിക്ക് നിന്റെ ജെസി എഴുതുന്നത്. നിനക്കൊരു കത്തെഴുതാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്റെ ശല്യങ്ങൾ നിനക്ക് ദേഷ്യമാണെങ്കിലും എന്റെ കത്ത് കാണാതിരിക്കുമ്പോ നിനക്ക് ഭയങ്കര വിഷമമാണെന്ന് എനിക്കറിയാം. എഴുതണ്ടെന്ന് വെച്ചതാ, പക്ഷേ എഴുതാതിരിക്കാനാവുന്നില്ല. എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. ഞാനിപ്പോ സുഖമില്ലാതെ കിടപ്പാ. അസുഖം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നിന്നോട് പറയാൻ പറ്റൂ. അറിയാണ്ടിരിക്കുന്നതാവും നല്ലത്, അല്ലേടാ? ജെസി, ഇപ്പോ പണിക്ക് പോകുന്നില്ല. അല്ലെങ്കിലും പണി ഉണ്ടായിട്ട് വേണ്ടേ പണിക്ക് പോകാൻ. സോമൻ കണ്ട്രാക്കും പണിക്കാരും തമ്മിൽ ഭയങ്കര സമരം. ഒരു വലിയ ഭൂകമ്പം കഴിഞ്ഞ സ്ഥലം പോലെയാ ഇപ്പൊ നമ്മുടെ പാറമട. ലീലാമ്മ ഒന്നും നിന്നെ അറിയിക്കില്ല. നീ എത്രയും വേഗം നിന്റെ മുതലാളിയുടെ അടുത്തുനിന്ന് കുറച്ച് പണം വാങ്ങി ലീലാമ്മയ്ക്ക് അയക്കണം. പാറമടയിലെ കൊച്ചു വീടുകളിലെല്ലാം പട്ടിണി ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാ. എന്റെ കാര്യം നീ മറന്നേക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ കിടന്നും എണീറ്റും അങ്ങനെ പോകും. ഇപ്പോ രാത്രിയിലെ നക്ഷത്രങ്ങൾ മാത്രം എനിക്ക് കാവൽ. ജെയിംസ് ആൽബർട്ട്, കോടീശ്വരപുത്രൻ. കയ്യിൽ 1 രൂപ മാത്രം. മാഡം, എന്താ ജെയിംസ്, സ്കൂൾ വിട്ടിട്ട് ഒരുപാട് നേരമായല്ലോ, ഇയാള് പോയില്ലേ? അത് ഞാൻ മാഡത്തെ കാണാൻ, മാഡത്തെ കണ്ടൊരു കാര്യം പറയാനാ വന്നത്. ഞാൻ പോവാൻ ഇറങ്ങിയായിരുന്നു. അത്യാവശ്യമില്ലെങ്കിൽ നാളെ സംസാരിച്ച പോരെ? സോറി മാഡം, മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. പറയാൻ 1 മണിക്കൂർ വൈകിയാൽ എന്റെ കാര്യം അത്രയും കഷ്ടത്തിലാകും. ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ജെയിംസിന് അറിയോ? സ്വന്തം കഷ്ടതകൾ മറ്റൊരാളുമായി ചർച്ച ചെയ്യുന്നതിൽ തീരെ താല്പര്യമില്ലാത്ത ആളല്ലേ താൻ. ആ സ്ഥിതിക്ക് എന്നോട് അതൊക്കെ പറയണോ? മാഡം, ഞാൻ പറയാൻ വന്ന കാര്യം. നോ, അതെന്നോട് പറയണ്ട. എല്ലാം എനിക്കറിയാം. ജെയിംസിന്റെ വീട്ടിൽ നിന്ന് അയച്ച കത്ത് ഞാൻ വായിച്ചു. ആ കത്ത് ഞാൻ വായിച്ച ശേഷം ശശിയുടെ കയ്യിൽ കൊടുത്തയച്ച്. എന്തിനാ കുട്ടി ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ സ്വയം സഹിക്കുന്നത്? പ്രത്യുപകാരങ്ങൾ ആഗ്രഹിക്കാത്ത മനസ്സോടെയാണ് ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ എത്ര നിസ്സാരമായിട്ട് നീ ഒഴിവാക്കി. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ എന്നെ അന്യായി കാണരുതെന്ന്. ഇപ്പൊ നീ എന്നെ കാണാൻ വന്നില്ലെങ്കിലും വീട്ടിലെ കഷ്ടതകൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അത്രയ്ക്ക് വേദന തോന്നി നിന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ. പറയൂ ജെയിംസ്, നിനക്ക് എത്ര പണം വേണം? നീ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എത്ര തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. പറയൂട്ടി, നിനക്ക് എത്ര പണം വേണം? നിനക്ക് ഞാനൊരു ചെക്ക് തരാം. ആവശ്യമുള്ള തുക നീ എഴുതിയെടുത്തോ. നോ മാഡം, മാഡം എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ മാഡത്തെ കാണാൻ വന്നത് പണം ചോദിക്കാനല്ല. പിന്നെ ഒരു ജോലി
വിചാരിച്ച എനിക്ക് എവിടെയെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി തരപ്പെടുത്താൻ കഴിയുമെന്ന് അറിയാനാ ഞാൻ വന്നത്.